എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ 3-ാം ഭാഗമാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ എന്റെ ഷോൾഡറിൽ കൈവച്ച് അവൾ പറഞ്ഞു, പ്ലീസ്, എങ്ങോട്ടാ നമ്മൾ പോകുന്നേ? സോറി, ഇനി ഞാൻ അങ്ങനെ പെരുമാറില്ല. എങ്ങോട്ടാ പോകുന്നേ എന്നെങ്കിലും പറയും. ഞാനൊന്നും പറഞ്ഞില്ല. കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോയി ഞാൻ വണ്ടി അടുത്ത് കണ്ട എക്സിറ്റിലേക്ക് തിരിച്ച് സൈഡിലേക്ക് നിർത്തി ചോദിച്ചു, ഇനി പറ, എന്താ കാര്യം? അവൾ കുറച്ചു സമയം നിശബ്ദയായിരുന്നു. തിരക്കുള്ള റോഡിൽ മുന്നോട്ട് നോക്കിക്കൊണ്ട് പിന്നെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കാൻ ആരംഭിച്ചു. യു റിമൈൻഡ് മീ ഓഫ് സംവൺ whom I loved dearly. He was my best friend, my partner in crime. അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. അവൾ കരയാനും തുടങ്ങി. 6 മാസം മുമ്പുണ്ടായ ഒരു ആക്സിഡന്റിൽ അവൻ. അതിനുശേഷം എനിക്ക് ഓഫീസിൽ തുടരാൻ സാധിക്കില്ലായിരുന്നു. കുറെ നാൾ ലീവ് എടുത്തു. ജോലി പോവും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഞാൻ ട്രാൻസ്ഫറിന് ട്രൈ ചെയ്തത്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ... അവൾ കരച്ചിൽ നിർത്തുന്നില്ല. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. കാര്യമറിയാതെ അവളോട് താൻ മോശമായിട്ട് പെരുമാറിയതായി അവന് തോന്നി. കാറിലിരുന്ന ടിഷ്യൂ ബോക്സ് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ടിഷ്യൂ എടുത്ത് കണ്ണു തുടച്ചു. ഞാൻ അവളുടെ ഷോൾഡറിൽ എന്റെ കൈവച്ചു. അവൾ കരച്ചിൽ നിർത്തി കലങ്ങിയ കണ്ണുകളോടെ എന്നെ നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ അവളോട് എനിക്ക് പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷേ ദുഃഖം കലർന്നൊരു സന്തോഷം എന്റെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. അടുത്ത സിഗ്നലിൽ യു ടേൺ എടുത്ത് അവളുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. വഴിയിൽ വെച്ച് അവളോട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. വീടിന് മുന്നിൽ വണ്ടി നിർത്തി ഓഫാക്കി. അവൾ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇറങ്ങുന്നില്ലേ? എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കണ്ട. എന്നാ വേണ്ട, ഞാൻ കൂട്ടിരിക്കാം. എങ്ങനെ? അവൾ സംശയത്തോടെ എന്നെ ഒന്ന് നോക്കി. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. നേരെ എന്റെ വീട്ടിലേക്ക്. ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിൽ കാർ നിർത്തി. ഇതെവിടാ? വെൽക്കം ടു മൈ ഹോം. ഓ, ഇവിടെ ആരുമില്ലേ? ഇല്ല, അമ്മ അനിയത്തിയുടെ അടുത്ത് പോയതാ. അടുത്ത ആഴ്ചയെ വരുള്ളൂ. താൻ ഒറ്റക്കാവണ്ട എന്ന് വെച്ച് കൂട്ടിക്കൊണ്ടു വന്നതാ. തനിക്ക് പോണം എന്നാണെങ്കിൽ ഞാൻ തിരികെ കൊണ്ടുവിടാം. സോഫിയ സീറ്റ് ബെൽറ്റ് അഴിച്ച് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഞാനും ഇറങ്ങി. ലിഫ്റ്റിൽ കയറി 10ാമത്തെ നിലയിലായിരുന്നു ഫ്ലാറ്റ്. താക്കോലെടുത്ത് ഡോർ തുറന്നു. വാ, കേറിയിരിക്കെ. ഞാൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു പരിചിതന്റെ വീട്ടിലേക്ക് കയറുന്ന എല്ലാ ഭാവങ്ങളോടെ അവൾ അകത്തേക്ക് വന്നു. ഞാൻ ചായ എടുക്കട്ടെ? ഹേയ്, വേണ്ട. കിച്ചൺ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. ഞാൻ അവളെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കബോർഡിലിരിക്കുന്ന തേയിലയും പഞ്ചസാരയും കാണിച്ചു കൊടുത്തു. ഫ്രിഡ്ജിൽ നിന്നു പാലും എടുത്തുകൊടുത്ത് അരികിൽ തന്നെ നിന്നു. തഴക്കം വന്ന ആളെ പോലെ അവൾ ചായ ഉണ്ടാക്കി കപ്പിലാക്കി എനിക്ക് നേരെ നീട്ടി. ഒരു കപ്പ് അവളും കയ്യിലെടുത്തു. ഞങ്ങൾ അവിടെ തന്നെയുള്ള ഡൈനിങ് ടേബിളിൽ ചെയർ ഇട്ടിരുന്നു. നോട്ട് ബാഡ്. ഞാൻ അവൾക്ക് കോംപ്ലിമെന്റ് നൽകി. താങ്ക് യു. സോഫിയ കുക്ക് ചെയ്യുമോ? അത്യാവശ്യം. നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം. എനിക്കൊന്നും വേണ്ട, എനിക്ക് തിരികെ പോകണം. ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാ. കഴിച്ചിട്ട് പോവാമെന്ന്. അവൾ തെല്ലൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം. എന്താ സാറിന് കഴിക്കാൻ വേണ്ടേ? മൂടെല്ലാം മാറി ഒരു വീട്ടമ്മയെ പോലെ ഇടുപ്പിൽ കൈകുത്തി അവൾ എന്നോട് ചോദിച്ചു. പൊറോട്ടയും മട്ടൻ ചാപ്സും മതി. പൊറോട്ടയോ? എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് എന്താണ് ഉണ്ടാക്കാൻ അറിയാവുന്നത് എന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ. എന്താണേലും ഞാൻ കഴിക്കും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചപ്പാത്തിയും വെജ് കുറുമയും. ഓക്കെ, സെറ്റ്. ഉണ്ടാക്കാനുള്ള പൊടിയും പച്ചക്കറികളും എല്ലാം ഞാൻ എടുത്തുകൊടുത്തു. അവളെ സഹായിച്ചുകൊണ്ട് അരികിൽ തന്നെ നിന്നു. 1.5 മണിക്കൂർ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് വിശ്രമിക്കാനിരുന്നു. സമയം 9 മണി കഴിഞ്ഞിരുന്നു. വാ, കഴിക്കാം, എനിക്ക് വീട്ടിൽ പോണം. എന്നെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞങ്ങൾ കഴിക്കാനിരുന്നു. നല്ല സ്വാദുള്ള ഭക്ഷണം. എന്തുണ്ടാക്കിയാലും രുചിയോടെ ഉണ്ടാക്കാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി. സംഗതി കൊള്ളാം, നന്നായിട്ടുണ്ട്. അവൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പ്ലേറ്റ് എല്ലാം കഴുകി വെച്ചു. അവൾ പോവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇന്ന് പോവണ്ട എന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് എന്തർത്ഥത്തിൽ എടുക്കും എന്നറിയാത്തത് കൊണ്ട് പറഞ്ഞില്ല. ഞാൻ എന്റെ ഡ്രസ്സ് മാറ്റി ഒരു ട്രാക്ക് പാൻസും ടീഷർട്ടും എടുത്തിട്ടു. ബൈക്കിന്റെ കീ എടുത്ത് ഇറങ്ങാനായി തയ്യാറെടുത്തു. ബൈക്കാണോ? അതെ. ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാ. എന്നാ വാ, ഇറങ്ങാം. ഇപ്പൊ ഇയാൾക്കായോ തിരക്ക്? നിൽക്ക്, ഞാൻ ഈ മുടി ഒന്ന് ശരിയാക്കിക്കോട്ടെ. ഞാൻ സോഫയിലേക്ക് ഇരുന്ന് പറഞ്ഞു, എനിക്കൊരു തിരക്കുമില്ലേ. 5 മിനിറ്റ് കഴിഞ്ഞ് അവൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞു, പോവാം.
മുടി പുറകിലേക്ക് വാരിക്കെട്ടി പോണിറ്റെയിൽ പോലെയാണ് വെച്ചിരിക്കുന്നത്. ചുവപ്പും സ്വർണ്ണ നിറവും അവിടെയും ഇവിടെയുമായി കാണാം. അധികം നെറ്റിയൊന്നുമില്ല. മേക്കപ്പ് കുറവായതുകൊണ്ടാണോ എന്തോ ഇങ്ങനെ അവളെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് ആദ്യമായി അവളോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രണയം തോന്നി. ഞാൻ ഒന്നും സംസാരിക്കാതെ അവളെയും നോക്കി അല്പനേരം അങ്ങനെ ഇരുന്നു. ഹേയ് സാറേ, വാ പോവാം, നേരം വൈകുന്നു. 10 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കേറ്റില്ല. എന്നാ 10 പോവാം. തമാശ കളിക്കല്ലേ, വാ. ഞങ്ങൾ ഫ്ളാറ്റിന് പുറത്തേക്ക് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്തു. ലിഫ്റ്റിൽ കയറി പാർക്കിങ്ങിലേക്ക്. ബൈക്കിനടുത്തേക്ക് നടന്നു. കീ കൊടുത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കേറ്. എന്റെ ഷോൾഡറിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് അവൾ കേറി. സോഫിയ, ഞാൻ പുറകിലേക്ക് തിരിഞ്ഞ് അവളെ വിളിച്ചു. എന്താ? നാളെ ഫ്രൈഡേ അല്ലേ? എവിടെയാ പള്ളിയിൽ പോവാറുള്ളത്? അവിടെ അടുത്തുള്ളത്. എന്തു പറ്റി? നാളെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്നോ? ഞാൻ രാവിലെ വന്ന് കൂട്ടിക്കോളാം. എത്ര മണിക്ക്? ഒരു 12 മണിക്ക്. ശരി. വണ്ടി ഗേറ്റിന് പുറത്ത് നിർത്തി. അവൾ ഇറങ്ങി. ഗുഡ് നൈറ്റ് ഞാൻ പറഞ്ഞു. ഗുഡ് നൈറ്റ്, സൂക്ഷിച്ചു പോണേ. നാളത്തെ കാര്യം മറക്കണ്ട, 12 മണി. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു. അവിടെ നിന്ന് തിരിച്ചു. വീട്ടിലെത്തി നേരെ ബെഡിലേക്ക് വീണു. രാവിലെ 6:30 അലാറം വെച്ചത് അടിക്കുന്നതിനു മുമ്പേ എണീറ്റ് ഓഫ് ചെയ്തു. ഉറക്കം ശരിക്കും വരുന്ന പോലും ഇല്ലായിരുന്നു. കുളിയെല്ലാം പെട്ടെന്ന് തീർത്തു. കുറെ സമയം TV ഒക്കെ കണ്ട് സമയം കളഞ്ഞു. ഒരു 11 മണിയായപ്പോൾ ഞാൻ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ബ്ലാക്ക് ജീൻസും ചന്ദന കളർ ലിനൻ ഷർട്ടും ഇൻസേർട്ട് ചെയ്ത് സെമി ഫോർമൽ ഷൂസും ഇട്ട് ഞാൻ ഇറങ്ങി. വീടിന് മുന്നിൽ കാർ നിർത്തി ഹോൺ അടിക്കാതെ അവളുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ, എണീറ്റോ? ഹലോ, ഇല്ല, ഇതാരാ? ഡി പിശാശേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. കയറ് പൊട്ടിക്കാതെ മിസ്റ്റർ, ദാ വരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ തന്നെ അവളുടെ തമാശ. വേഗം വാ. ഞാൻ ഫോൺ വെച്ചു. ഗേറ്റിന് പുറത്ത് കടന്ന് തിരിഞ്ഞു നിന്ന് ഗേറ്റ് അടച്ച് അവൾ കാറിന് നേരെ തിരിഞ്ഞു. നീല സാരിയും മാച്ചിങ് ആയ ചുവപ്പ് കളർ ബ്ലൗസും ഇട്ട് മുടി അഴിച്ചിട്ട് വരുന്ന അവളുടെ വരവ് കണ്ട് ഞാൻ സ്തബ്ധനായി. ആദ്യമായിട്ടാണ് അവളെ സാരി ഉടുത്ത് ഞാൻ കാണുന്നത്. അതിന്റെ ഷോക്കും ഉണ്ടാവും. അവൾ വന്നു ഡോർ തുറക്കാൻ ശ്രമിച്ചു. ഞാൻ അൺലോക്ക് ചെയ്തില്ലായിരുന്നു. അവളെയും നോക്കിയിരിക്കുന്ന എനിക്ക് പരിസരബോധം മുഴുവനായി നഷ്ടപ്പെട്ടിരുന്നു. അവൾ ഗ്ലാസിൽ തട്ടി എന്നെ വിളിച്ചപ്പോഴാണ് എനിക്ക് പരിസരബോധം വീണ്ടും വന്നത്. ഞാൻ ഡോർ അൺലോക്ക് ചെയ്തു. അവൾ കാറിനകത്ത് കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വേണ്ട, സാരി ചുളിയണ്ട, ഞാൻ പതുക്കെ ഓടിക്കൂ. അവൾ എന്നെ ഒന്ന് അതിശയത്തോടെ നോക്കി. എപ്പോഴും നിർബന്ധമായി സീറ്റ് ബെൽറ്റ് ഇടിപ്പിക്കുന്ന എനിക്ക് എന്തു പറ്റിയെന്ന്. ഹൗ ഡു ഐ ലുക്ക്? യാ, യു ലുക്ക് നൈസ്. ഈ സാരി എനിക്ക് ചേരുന്നുണ്ടോ? സാരിയോ? നീ സാരിയാണോ ഉടുത്തേക്കുന്നത്? ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അവളെ അടിമുടിയൊന്ന് നോക്കുന്ന പോലെ കാണിച്ചിട്ട് പറഞ്ഞു, കൊള്ളില്ല. പോടാ ദുഷ്ട. ഞാൻ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാ ഇതൊന്ന് ഉടുത്തതെന്നറിയാമോ? അവൾ പിണങ്ങി ഇടത്തോട്ട് തിരിഞ്ഞിരുന്നു. എനിക്ക് ചിരി വന്നത് അടക്കി പിടിച്ച് ഞാൻ അവളെ നോക്കാതെയിരുന്നു. 1 മണിയായതോടെ ഞങ്ങൾ പള്ളിയിലെത്തി. പുറത്ത് പാർക്കിങ്ങിൽ ഞാൻ കാർ നിർത്തി ഇറങ്ങി അവളുടെ ഡോർ തുറന്നു കൊടുത്തു. സാരിയുടെ തലപ്പ് കയ്യിൽ പിടിച്ച് അവൾ കാറിൽ നിന്നിറങ്ങി. ഞാൻ ചുറ്റും നോക്കി. ഇല്ല, അറിയാവുന്നവർ ആരുമില്ല. അവൾ ഒന്നും മിണ്ടാതെ അരികിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഹേയ് വാ, പിണങ്ങി നിൽക്കല്ലേ. ഒരനക്കവുമില്ല. എന്നാ ഞാൻ സത്യം പറയട്ടെ. അവൾ എന്നെ നോക്കി. കുസൃതി നിറഞ്ഞ ദേഷ്യത്തോടെയുള്ള നോട്ടം. അത് അവളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാ പറ, നിന്നെ ഇവിടെ വെച്ച് ഒരു മിന്നു കെട്ടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാൻ തോന്നുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.